പറ്റില്ല.
ഗൈനോളജി ഓഫ് റെസ്റ്റ് പറഞ്ഞ്
ഇപ്പോ
ഓക്കെ, എഴുതിയാ? 1 ന്യൂട്ടൺ എഴുതിയാ? എഴുതി. ഇവര് റെസ്പോണ്ട് ചെയ്യണില്ല. റെസ്പോണ്ട് മാനസ് എഴുതിയാ? ആ, ക്ലാസ് കഴിയുമ്പോ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കോട്ടാ. ലെഫ്റ്റ് ആയി പോരുതേ. ഓക്കെ, അടുത്തത് എഴുതിക്കോ. ഇമ്പൾസ്. ഇമ്പൾസ് എഴുതിയാ? ഇമ്പൾസ് ഏതാണ്? മൊമെന്റം ഡിഫൈൻ ചെയ്യണ്ട. മൊമെന്റം അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളതല്ലേ. മാസ് ഇൻറ്റു വെലോസിറ്റി. മൊമെന്റം ചോദിക്കുമെങ്കിൽ അറിയാലോ. മൊമെന്റം അവിടെ മൊമെന്റത്തിന്റെ ആവശ്യമുള്ളത് മൊമെന്റം ഇക്വേഷൻ അറിയാം. പ്രോഡക്റ്റ് ഓഫ് മാസ് ഇൻറ്റു വെലോസിറ്റി, പിന്നെ യൂണിറ്റ് വേണം. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ വരും, ഞാൻ പറഞ്ഞുതരാം. ഇമ്പൾസും മൊമെന്റും തമ്മിൽ ഒരു ക്വസ്റ്റ്യൻ വരും. ഓക്കെ, ഇമ്പൾസ് എന്താണെന്ന് എഴുതിക്കോ. അത് കഴിഞ്ഞ് ഞാൻ ഡിഫൈൻ ചെയ്ത് തരാവേ. വെരി ലാർജ് ഫോഴ്സ് acting in a short interval of time. A very large force acting in a short interval of time. Very large force acting in a short interval of time. Okay, അത്രേ ഉള്ളൂ ഇമ്പൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വെരി ലാർജ് ഫോഴ്സ് ആക്ടിങ് ഇൻ എ ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈം. അത് ആ ഡെഫിനിഷൻ അങ്ങനെ തന്നെ പഠിക്കണം കേട്ടാ. വലിയൊരു ഫോഴ്സ് ആക്ട് ചെയ്യണാണ് ഒരു ബോഡിയിൽ. ഓക്കെ, ഇൻ എ ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മള് എന്താ പറയാ, നെയിലില്ലേ, ഹാമർ, ആണി അടിക്കൂലേ, ആ സംഭവമില്ലേ, അത് മറ്റേ ഹാമർ വെച്ചിട്ട് നമ്മൾ അടിക്കുമ്പോ നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നത് ഒരു വലിയ ഫോഴ്സ് അല്ലേ നമ്മൾ കൊടുക്കുന്നത്. അതും ആ ഒരു ഷോർട്ട് ഇന്റർവെൽ അല്ലെ. എത്ര വലിയ ഫോഴ്സ് ആണ് നമ്മൾ ഹാമർ വെച്ച് കൊടുക്കുന്നത്? ഒരു വലിയ ഫോഴ്സ് ആണ്. വെരി ലാർജ് ഫോഴ്സ് ആക്ടിങ് ഇൻ ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈം. ഓക്കെ, സംഭവം കിട്ടിയ അതാണ് ഒരു എക്സാമ്പിള്. പിന്നെ വരുന്നത് ക്രിക്കറ്റ് കളിച്ചിട്ടില്ലേ? ക്രിക്കറ്റ് കളിക്കാറില്ലേ? ഓക്കെ, ബാറ്റും ബോളും തമ്മിൽ ഇപ്പോ ഒരാൾ ബോൾ ചെയ്യണേ. അപ്പൊ ബാറ്റിലേക്ക് പെട്ടെന്നാണ് ആ ബോൾ വന്ന് ടച്ച് ചെയ്യണത്. അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് ഒരു ഷോട്ട് അല്ലേ. ഓക്കെ, അപ്പൊ വലിയ ഫോഴ്സ് ആണ് കൊടുക്കുന്നത് വിത്തിൻ എ ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈം. മറ്റേ ഇതൊന്നും ഓർത്തിരിക്കുന്നതായിരിക്കും കൂടുതലും എക്സാമ്പിളിന് എളുപ്പം. കൂടുതലും മറ്റേ ഹാമറും നെയിലും തമ്മിലുള്ള ഇത് ഓർത്തിരിക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. വെരി ലാർജ് ഫോഴ്സ് ആക്ടിങ് ഇൻ എ ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈം. അപ്പൊ പെട്ടെന്ന് നമ്മൾ ചുറ്റി വെച്ചിട്ട് ഇതിലേക്ക് അടിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു വലിയ ഫോഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് വിത്തിൻ എ ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈം. പെട്ടെന്ന് ആ ഒരു സംഭവം ഒന്ന് ഓർത്തിരിക്കുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇമ്പൾസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബോളും ബാറ്റും തമ്മിലുള്ള ഓർക്കുക. ബോൾ ചെയ്യുമ്പോൾ പെട്ടെന്നാണ് നമ്മൾ ബാറ്റിൽ നിന്ന് തിരിച്ചടിക്കുന്നത്. ഓക്കെ, ആ അത് വെച്ചാ ഉദ്ദേശിച്ച ഓക്കെ, ആ ബോള് നമ്മൾ വലിയ ഫോഴ്സ് അല്ലേടാ വന്ന് കൊള്ളണത്. അത് നോക്കണ്ട. ഇപ്പൊ അതിലേക്ക് വന്ന് അപ്ലൈ ചെയ്യുന്നത് ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈം. കൊറേ ഉണ്ട്, എക്സാമ്പിൾസ് കുറെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ആലോചിച്ച് നോക്കാം. വെരി ലാർജ് ഫോഴ്സ് ഒരു ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈമിൽ ആക്ട് ചെയ്യുന്ന എല്ലാം എന്താണ്? ഇമ്പൾസ് ആണ്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്ക്. ഇനി ഇമ്പൾസിനെ നമുക്ക് എന്ത് വെച്ച് ഡിനോട്ട് ചെയ്യാം? ലെറ്റർ I ഈക്വൽ ടു. ഇനി ഇക്വേഷൻ ഒന്ന് പറയാൻ പറ്റുമോ നോക്കിക്കേ. ഇക്വേഷൻ ഒന്ന് അതല്ല. ഓക്കെ, I ഈക്വൽ ടു ആ ഡെഫിനിഷനിൽ നിന്നൊന്ന് പറയാൻ പറ്റുമോ നോക്കിക്കേ. എ വെരി ലാർജ് ഫോഴ്സ് ആക്ടിങ് ഇൻ എ ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈം, F into T. വെരി ലാർജ് ഫോഴ്സ് ആക്ടിങ് ഇൻ എ ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈം. ഇപ്പൊ തന്നെ പഠിക്കാൻ വേണ്ടി ഞാൻ ഈ റിപ്പീറ്റ് ചെയ്ത് പറയണത്, മനസ്സിൽ കയറണോട്ട് ആ ഡെഫിനിഷൻ. I ഈക്വൽ ടു F into T. വേണമെങ്കിൽ നമുക്കിപ്പോ ടിക്ക് വരാൻ ഡി ടി എന്ന് കൊടുക്കാം. ഒരു ചെറിയ ഇന്റർവെൽ ഓഫ് ടൈം, എഫ് ഇൻറ്റു ഡി ടി. അങ്ങനെ കൊടുക്കുന്നതായിരിക്കും കൂടുതലും ബെറ്റർ. പിന്നെ നിങ്ങൾക്ക് ഡിഫറൻസിയേഷൻ വരും, പിന്നെ കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ചാണ് I ഈക്വൽ ടു എഫ് ഇൻറ്റു ടി എന്ന് കൊടുക്കാം. ഓക്കെ, ഇതിന്റെ യൂണിറ്റ് എങ്ങനെ വരും? യൂണിറ്റ് ഒന്ന് പറഞ്ഞേ. യൂണിറ്റ് ഒന്ന് പറഞ്ഞേ. I ഈക്വൽ ടു എഫ് ഇൻറ്റു ടി. എഫിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ സെക്കൻഡ്. ന്യൂട്ടൺ സെക്കൻഡ് പറഞ്ഞു വരൂല. ന്യൂട്ടൺ സെക്കൻഡ്. ഓക്കെ, എഴുതിയാ? ഡെഫിനിഷൻ എഴുതിയാ? വെരി ലാർജ് ഫോഴ്സ് ആക്ടിങ് ഇൻ എ ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈം, I ഈക്വൽ ടു എഫ് ഇൻറ്റു ടി. യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ്. ഒരു ഫ്ലോയിന് വരും ന്യൂട്ടൺ സെക്കൻഡ്. ഓക്കെ, ഇനി ഇതിന്ന് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഡിഫൈൻ ഇമ്പൾസ് ആൻഡ് വിത്ത് ആൻ എക്സാമ്പിൾ ചോദിക്കും. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ച് ഡിഫൈൻ ചെയ്യാൻ പറയും. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് എഴുതിക്കോട്ടാ. പ്രൂവ് ദാറ്റ് ഇമ്പൾസ് ഈസ് സെയിം ആസ്, അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കോ. പ്രൂവ് ദാറ്റ് impulse is same as change in momentum. Prove that impulse is same as change in momentum. Prove that. Okay. Prove that impulse is same as change in momentum. എഴുതിയാ. ഇനി നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ ആണ്. Prove that impulse is same as change in momentum. അപ്പൊ നമുക്ക് ഇമ്പൾസിന്റെ ഇക്വേഷൻ പഠിച്ചു. I equal to F into T. ഈ F നെ നമുക്ക് എങ്ങനെ എഴുതാം? ma mass into acceleration into T. ഇനി ആക്സിലറേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? v minus u by t. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്ന് എഴുതാമല്ലോ. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം. a equal to ഇങ്ങനെ പഠിച്ചിട്ടില്ലേ? a equal to v minus u by t. ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. a equal to v minus u by t നമ്മൾ എഴുതിയിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട്. പീറ്ററേ, ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മയൊക്കെ ഉണ്ടോ? ഓക്കെ, ഓക്കെ. a equal to v minus u by t into t. ഓക്കെ, t ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ളത് m into v minus u, mv minus mu. ചേഞ്ച് ഇൻ മൊമെന്റം ആയില്ലേ? മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താ? p equal to mv. ഇനീഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി അത്ര എടുത്തിട്ടില്ല. അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റം ആയില്ലേ? ഇത്രയും ചെയ്യണോട്ടാ. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇനീഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി സെയിം ആണെങ്കിലല്ലേ? എന്ത് t മൈനസ് p? അതല്ലേ ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തിരിക്കണം. ചേഞ്ച് ഇൻ മൊമെന്റം, മൊമെന്റത്തിന്റെ ചേഞ്ച് ആണ്. ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി വന്നായിരുന്നു. അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റം ഇത് പ്രൂവ് ചെയ്യാൻ പറ്റൂലേ? I equal to F into T. F ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക ma into T. പിന്നെ അടുത്തത് a ക്ക്. ഇവിടെ ഫസ്റ്റ് F ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, then a ക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. t ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ളത് m into v minus u, mv minus mu. That is change in momentum. ഓക്കെ, തെറ്റിക്കരുത്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ് ഒന്ന് കണ്ടുപിടിച്ചേ. ഇമ്പൾസിന്റെ യൂണിറ്റ്. ഇവരോട് ചോദിക്കാം നമുക്ക്. യൂണിറ്റ് ഒന്ന് കണ്ടുപിടിച്ച് പറഞ്ഞ ആരെങ്കിലും? NS നമ്മൾ ഓൾറെഡി പറയാം. അല്ലാതെ നമുക്ക് കിലോഗ്രാം അതിന്റെ ഇതിൽ പറഞ്ഞേ. എഫിന് ma സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു പറഞ്ഞേ. ക്യൂബ് വരുമോ? അപ്പൊ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റൂല. കിലോഗ്രാം മീറ്റർ അപ്പൊ സെക്കൻഡ് സ്ക്വയർ. അത് ഓക്കെ. ഇൻറ്റു ടി ഉണ്ട്. അപ്പൊ ആ ഒരു എസും കൂടെ ക്യാൻസൽ ചെയ്തേ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു എസ് അല്ലേ? ഇത് ഡിവിഷൻ അല്ലേ? കറക്റ്റ് ആയിട്ട് കൊടുക്കാം. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എസ് പോയി. ബാക്കിയുള്ളത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് നമ്മൾ വേറെ ഒരാൾ കൂടി പഠിച്ചായിരുന്നു. ഇപ്പൊ തന്നെ പഠിച്ചു. മറിച്ച് ഒഴികെ യൂണിറ്റ് ഇപ്പൊ എഴുതി വെച്ചിട്ടുണ്ടാവും. മൊമെന്റം. അപ്പൊ മനസ്സിലായി. ഇപ്പൊ 2 ക്വാണ്ടിറ്റീസ് ഇപ്പൊ പഠിച്ച ഇമ്പൾസിന്റെയും മൊമെന്റത്തിന്റെയും യൂണിറ്റ് എന്താണ്? ഏത് യൂണിറ്റ് സെയിം ആണെന്നേ ഉള്ളു. രണ്ടും രണ്ടല്ലേ? ഓക്കെ,
ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാല്ല, ദ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് സെയിം യൂണിറ്റ്. ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. ആ സമയത്ത് എക്സാമിന്റെ സമയത്ത് ഇതൊന്നും കിട്ടില്ല. ഇപ്പൊ ഞാൻ പറയുമ്പോഴത്തേക്കും എല്ലാം ഓക്കെ ആയിരിക്കും, കിട്ടും. വേഗം ബോക്സ് ചെയ്തിട്ട് ഏതൊക്കെ ക്വാണ്ടിറ്റീസിനാണ് സെയിം യൂണിറ്റ് വരുന്നത്. ഇപ്പൊ ഇമ്പൾസും വേറെ പല ക്വാണ്ടിറ്റീസിനും വരും. ഇപ്പൊ നമ്മൾ പഠിച്ചതിൽ ഇപ്പൊ നമുക്ക് 2 ക്വാണ്ടിറ്റീസ് കിട്ടി. ഇമ്പൾസിനും മൊമെന്റത്തിന്റെയും യൂണിറ്റ് എന്താണ്, സെയിം ആണ്, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഞാൻ ടെസ്റ്റ് ഇടുമ്പോ ഇട്ടോളാം എന്തായാലും, അപ്പൊ കുഴപ്പമില്ല. ഏത് പ്രൂവ് ചെയ്യാൻ? ആ, പ്രൂവ് ചെയ്യാനാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ നമുക്കൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ഇത് പ്രൂവ് ചെയ്ത് നോക്കി സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. ക്വാണ്ടിറ്റീസ് ഏതാന്ന് പഠിച്ചു വെച്ചാൽ പോരെ. ഓക്കെ, അടുത്തത് തേർഡ് ലോ ഓഫ് മോഷൻ. അത് മാത്രം എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് അറിയാം. എഴുതിക്കോ. തേർഡ് ലോ. To every action, there is an equal and opposite reaction. To every action, there is an equal and opposite reaction. Second point ആയിട്ട് എഴുതിക്കോ. Action and reaction pair never cancel each other. എന്താ റീസൺ? എന്താ ഫസ്റ്റ് പോയിന്റ് എഴുതി. ആ, അതന്നെ. Action and reaction pair never cancel each other. നിങ്ങൾ എഴുതുന്നുണ്ടോ? ഒന്ന് റിയാക്ട് ചെയ്ത് എഴുതുന്നുണ്ടെങ്കിൽ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ പെയർ നെവർ ക്യാൻസൽ ഈച്ച് അതർ. ആക്ഷനും റിയാക്ഷനും അവിടെ ക്യാൻസൽ ആവുന്നില്ല. റീസൺ എന്താ? ആക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ വൺ ബോഡി ആൻഡ് റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ അനദർ ബോഡി. ടീച്ചറിന് അറിയാം. അപ്പൊ action take place in action and reaction never cancel each other. എന്താ റീസൺ കൂടി എഴുതിക്കോ. because action take place in one body and reaction takes place in another body. ഏതാടാ? ഫസ്റ്റ് പോയിന്റാ. ഫസ്റ്റ് പോയിന്റ്, to every action there is an equal and opposite reaction. ലോ സ്റ്റേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ പെയർസ് നെവർ ക്യാൻസൽ ഈച്ച് അതർ. രണ്ടും ക്യാൻസൽ ചെയ്യുന്നില്ല. ഓക്കെ, അടുത്തത് എഴുതിയാ? ഓക്കെ, എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ ഇരിക്കുന്നവർ ജസ്റ്റ് തലാട്ടിയാലും മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി മൈക്ക് ഓൺ ചെയ്ത് പറയണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തലാട്ടിയാലും മതി. ഓണാക്കണില്ലല്ലേ ഇവര്? ക്വസ്റ്റ്യൻ ചോദിക്കാട്ടെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ എന്തായാലും ഓണാക്കിയാൽ മതി. ഇപ്പൊ കുഴപ്പമില്ല, ശ്രദ്ധിച്ചിരുന്നു. ഓക്കെ, അടുത്തത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. 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 ഇപ്പൊ ഇതിൽ വരുന്നതൊക്കെ ആദ്യം തന്നെ കുറച്ച് തിയറി ആയി, ഇതൊക്കെ തന്നെ പഠിച്ചു പോണോട്ടാ. എല്ലാം അറിയാന്ന് വിചാരിക്കരുത്, എക്സാമിന് പണി കിട്ടും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചോദിക്കോട്ടെ. അടുത്ത ക്ലാസ്സിലല്ലേ, ഇന്ന് തന്നെ ചോദിക്കും. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ലോ ഓഫ് കൺസർവേഷൻ സിമ്പിൾ ആണ്, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ കിട്ടും. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, വെറുതെ കളയരുത്. ഓക്കെ, നമ്മൾ സെക്കൻഡ് ലോ പഠിച്ചത് എന്താ? സെക്കൻഡ് ലോ പഠിച്ചു കഴിഞ്ഞതാ, ഇനി പറയാം. നേരത്തെ അറിയില്ലായിരുന്നു. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് momentum is directly proportional to external force acting on it. അപ്പൊ എങ്ങനെ? F proportional to dp by, അത് ഇക്വേഷൻ. ഓക്കെ, ഫൈനൽ ഇക്വേഷൻ നമുക്ക് കിട്ടിയത്. ഇവിടെ എന്താ കിട്ടിയത്? F proportional to dp by dt. അപ്പൊ നമ്മൾ ഇവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം പറയുന്നത് നമ്മൾ സെക്കൻഡ് ലോയുടെ സ്റ്റാർട്ടിംഗ് നിന്നാണ് നമ്മൾ പറഞ്ഞു തുടങ്ങാൻ പോകുന്നത്. അപ്പൊ ഞാനിപ്പോ F equal to dp by dt എന്ന് ജസ്റ്റ് എഴുതി. ഓക്കെ, ഇതിന് ഇപ്പൊ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തത് 0 ആണെങ്കിൽ,
If the external force acting on the body is zero, momentum will remain constant. Momentum constant ആവും. Okay. If F equal to 0 ആണെങ്കിൽ, if F equal to 0, അത്രേ ഉള്ളൂ. ഫസ്റ്റ് തന്നെ ഇത് ഡെഫിനേഷൻ ആയിട്ടൊന്നും പറയണ്ട, ജസ്റ്റ് നമുക്ക് ഇത് അറിയാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം is directly proportional to external force acting on it. F proportional to dp by dt. F equal to 0 ആണെങ്കിൽ നമുക്ക് എഴുതാമല്ലോ, dp by dt equal to 0. dp by dt equal to 0. ഇതൊന്ന് ഓർത്തിരിക്കണം. ഡിഫറൻസിയേഷന്റെ ഒരു കൺസെപ്റ്റ് ആണ്. ഏതിന്റെ ഡിഫറൻഷ്യൽ ആയിരിക്കും എപ്പോഴും 0 ആയിട്ട് പോകുന്നത്? കോൺസ്റ്റന്റിന്റെ, മൊമെന്റത്തിന്റെ അല്ല. എന്ത് കോൺസ്റ്റന്റ് ആയാലും അതിന്റെ ഡിഫറൻഷ്യൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇപ്പൊ dp by dt ക്ക് വരെ ഇപ്പൊ da by dt equal to 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a എന്തായിരിക്കും? a is a constant. a എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയത് കൊണ്ടാണ് അതിന്റെ ഡിഫറൻസിയേഷൻ എന്തായി പോയത്? ഡെറിവേറ്റീവ് എടുത്തപ്പോൾ അത് എന്തായി പോയത്? 0 ആയി പോയത്. ഇനി ഇപ്പൊ വേറെ, ഇപ്പൊ dm by dt എന്ന് പറഞ്ഞ് ഈക്വൽ ടു 0 എന്ന് എഴുതി. അപ്പൊ എനിക്ക് പറയാം ഇതിന്റെ ഡെറിവേറ്റീവ് എമ്മിന്റെ dm by dt എടുത്തപ്പോ എനിക്ക് 0 കിട്ടിയെങ്കിൽ എനിക്ക് പറയാം m എന്തായിരിക്കും അവിടുത്തെ? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് ഇഫ് എഫ് ഈക്വൽ ടു 0 ആവുമ്പോ dp by dt എന്ന് പറയുന്ന ടേം എന്തായി പോയി? 0 ആയിപ്പോയി. അപ്പൊ ഫ്രം ദിസ് നമുക്ക് പറയാം p ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. p എന്താ? നമ്മളിവിടെ പഠിച്ച p എന്താ? മൊമെന്റം. അപ്പൊ ഇവിടെ എന്താണ്? മൊമെന്റം കോൺസ്റ്റന്റ്. ഇഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ ബോഡി ഈസ് 0, മൊമെന്റം വിൽ റിമെയിൻ കോൺസ്റ്റന്റ്. 0 അല്ല, കോൺസ്റ്റന്റ്. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. കിട്ടിയാ? പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എഴുതാതാ നല്ലത്. ഓക്കെ. ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്ന എവിടെന്നാ? ലീനിയർ മൊമെന്റം പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ F proportional to dp by dt പറഞ്ഞു. ഓക്കെ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം is directly proportional to force acting on it. ഇത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് എഴുതണം കേട്ടോ. ഇത്രേ ഉള്ളൂ സംഭവം. ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഇനി എന്താ? ഇഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ ബോഡി F ഈക്വൽ ടു 0 ആകുമ്പോ dp by dt എന്താവും? ഈക്വൽ ടു 0. ഇതിന് നമുക്ക് പറയാം p is equal to a constant. Okay. If external force acting on the body is 0, then the momentum of the body will remain constant. Okay. എഴുതിക്കോ. If the external force, അത് നമുക്ക് പറഞ്ഞിട്ട് എഴുതാം. If the external force acting on the body, if the external force acting on a body is 0, if external force acting on a body is 0, then the momentum of the body, if external force acting on a body is 0, if external force acting on a body is 0, then the momentum of the body will remain constant. Then the momentum of the body will remain constant. Okay. ഇനി ഇത് എഴുതിക്കോട്ടാ. ഇത് മാത്രം എഴുതിയാൽ മതി. F proportional to dp by dt. Then ഇത് വേണമെങ്കിൽ F equal to dp by dt എന്ന് എഴുതിക്കോ സൈഡിൽ. F equal to dp by dt. F 0 ആവുമ്പോ dp by dt equal to 0, p equal to constant. p equal to constant എന്ന് പറയുമ്പോൾ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? p എന്ന് പറയുന്നത് എന്താ? മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പൊ mv കോൺസ്റ്റന്റ്. mv constant. ഓക്കെ. കിട്ടിയാ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം കിട്ടുമല്ല ചോദിച്ചാ? എപ്പോ ചോദിച്ചാലും പറയാൻ റെഡി ആയിരിക്കണം. ഓക്കെ. ഇഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ ബോഡി ഈസ് 0, ദ മൊമെന്റം ഓഫ് ദ ബോഡി വിൽ റിമെയിൻ കോൺസ്റ്റന്റ്. ഓക്കെ. ഇനി ഒരു ടോപ്പിക് കൂടെ എടുക്കാം. പറയാലോ. ഇപ്പൊ നിർത്താം. ക്വസ്റ്റ്യൻ ചോദിക്കോട്ടെ. ഇത്രയും പഠിപ്പിച്ചത് 6:15 നിർത്താണ്ടായി. ഓക്കെ. ഇനി ആപ്ലിക്കേഷൻ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റ് നോക്കാൻ പോകുന്ന ഒരു ആപ്ലിക്കേഷൻ. ഓക്കെ. ആപ്ലിക്കേഷൻ എന്ന് എഴുതിക്കോ. ആപ്ലിക്കേഷൻ.
ഓക്കെ, എഴുതിയാ? ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആയിട്ട് പഠിക്കുന്ന കൊളീഷൻ. കൊളീഷൻ നമുക്ക് വേറെ ചാപ്റ്ററിൽ നന്നായിട്ട് പഠിക്കാനുണ്ട്. ഇതിപ്പോ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കൊളീഷൻ പഠിക്കും. ഇല്ല, ഇതിപ്പോ ജസ്റ്റ് ബേസിക് ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ നോക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, ഓക്കെ. രണ്ട് ബോഡി ഉണ്ട്. കൊളീഷന്റെ അല്ലേ? M1 M2. M1 M2 നമുക്ക് രണ്ട് ബോഡി ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും ഇനീഷ്യൽ വെലോസിറ്റി U1ലും U2ലും മൂവ് ചെയ്തോണ്ടിരിക്കണം. ഇനീഷ്യൽ വെലോസിറ്റി M1. M1 എന്ന് പറയുന്ന ബോഡി, ഈ ബോഡിയുടെ മാസ് M1, ഇറ്റ് മൂവ്സ് വിത്ത് വെലോസിറ്റി U1. ഇതിന്റെ മാസ് M2, മൂവ്സ് വിത്ത് വെലോസിറ്റി U2. ബിഫോർ കൊളീഷൻ ഇത് തമ്മിൽ ഇപ്പൊ കൊളൈഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ജസ്റ്റ് ഡയറക്റ്റ് പോയിക്കൊണ്ടിരിക്കണേ. ഇനി ആഫ്റ്റർ കൊളീഷൻ കൊളൈഡ് ചെയ്തിട്ടില്ല. ഇതിപ്പോ ബിഫോർ കൊളീഷൻ നടന്നിട്ടില്ല. ഒരു ബോഡി ഓഫ് മാസ് M1 മൂവ്സ് വിത്ത് വെലോസിറ്റി U1, അനദർ ബോഡി ഓഫ് മാസ് M2 മൂവ്സ് വിത്ത് വെലോസിറ്റി U2. കൊളീഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ അതിനൊരു വെലോസിറ്റിക്ക് ഒരു ചേഞ്ച് ഉണ്ടാവും. അതാ ജസ്റ്റ് കൊടുത്തിരിക്കുന്ന. മാസിന് ചേഞ്ച് ഉണ്ടാവും ഇല്ല, വെലോസിറ്റിക്ക് മാത്രം ചേഞ്ച് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ വെലോസിറ്റി V1 ആയി, ഇതിന്റെ വെലോസിറ്റി V2 ആയി. ഓക്കെ, ഇനി ഇത് കൊളൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ M1 എന്ന് പറയുന്ന ബോഡി M2ൽ വന്ന് കൊളൈഡ് ചെയ്യണം. ഓക്കെ, ഇത് രണ്ട് കാറാണെന്ന് വിചാരിക്കും. അപ്പൊ ഇത് വന്ന് കൊളൈഡ്, ഇത് വന്ന് M1 എന്ന് പറയുന്ന ഈ കാറ് വന്ന് ഇതിൽ കൊളൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ വെലോസിറ്റി എങ്ങനെ ആയിരിക്കും? കൂടുതലായിരിക്കും. സ്പീഡ് കൂടിയ ആളല്ലേ വന്ന് അതിലിടിക്കുള്ളൂ. ഇപ്പൊ U1 ഗ്രേറ്റർ ദാൻ U2 ആയിരിക്കും. എന്നാലും മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കൊളൈഡ് ചെയ്യുള്ളൂ. അപ്പൊ ഇതിന് സ്പീഡ് കൂടുതലായിരുന്നു. ഇത് വന്ന് M2നെ കൊളൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോ അവിടെ എന്താ ഉണ്ടായി? കൊളൈഡ് ചെയ്ത് അപ്പൊ അവിടെ ഒരു ഫോഴ്സ് വന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടായി. കൊളീഷൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോ വെലോസിറ്റി ചേഞ്ച് ആയി. ഇനീഷ്യൽ വെലോസിറ്റി U1ൽ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു, U2ൽ പോയിക്കൊണ്ടിരുന്നു. അപ്പൊ M1 വന്ന് M2നെ ഇടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വെലോസിറ്റി എന്തായി? V2 ആയി. ഓക്കെ, അപ്പൊ ആക്ഷൻ നടക്കുന്നത് എവിടെയാണ്? ഫസ്റ്റ് ബോഡി വന്ന് സെക്കൻഡ് ബോഡിയിലാണ് എന്ത് ചെയ്തത്? ആക്ട് ചെയ്തത്. അപ്പൊ ആക്ഷൻ നടക്കുന്നത് ആർക്കാണ്? M2ലാണ് ആക്ഷൻ നടക്കുന്നത്. ഇവിടെ നിന്ന് വന്ന് അവിടെ ടച്ച് ചെയ്ത് അവിടെ ആക്ഷൻ നടക്കുന്നു. പിന്നെ അപ്പൊ എന്തുകൊണ്ട് M1ന്റെ വെലോസിറ്റി ചേഞ്ച് ആയെന്ന് ചോദിക്കാം. M1ന്റെ വെലോസിറ്റി അങ്ങനെ ചേഞ്ച് ആയി? ഒരു റിയാക്ഷൻ, നമ്മൾ തേർഡ് ലോ അല്ലേ പഠിക്കുന്നത്? തേർഡ് ലോയുടെ ആപ്ലിക്കേഷൻ ആയിട്ടാണ് പഠിക്കുന്നത്. ടു എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പൊ ഇയാൾക്ക് ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് എന്തുണ്ടാവും? ഒരു റിയാക്ഷൻ ഫോഴ്സ് തിരിച്ചുണ്ടാവും. അതിന്റെ ഒരു എഫക്റ്റിലായിരിക്കും ആരുടെ ചേഞ്ച് ആവുന്ന? M1ന്റെ ചേഞ്ച് ആവുന്നത്. അല്ലെ പിന്നെ M1 പോയിട്ട് അവിടെ ഇടിച്ചു, അതിനൊരു ആക്ഷൻ നടന്നു, അതുകൊണ്ട് അതിന്റെ ചേഞ്ച്. ഇനി നമുക്ക് വെലോസിറ്റി ചേഞ്ച് എഴുതാം. ഓക്കെ, ഈ M2ന്റെ വെലോസിറ്റി M2ന്റെ വെലോസിറ്റി എങ്ങനെയായി? ഫസ്റ്റ് M2 മൂവ് ചെയ്തോണ്ടിരുന്ന U2ലായിരുന്നു. പക്ഷേ ആഫ്റ്റർ കൊളീഷൻ വെലോസിറ്റി ബിക്കം എന്തായി മാറി? വെലോസിറ്റി എന്തായി മാറി? V2 ആയി മാറി. അപ്പൊ നമുക്ക് വെലോസിറ്റിയുടെ ചേഞ്ച് എങ്ങനെ എഴുതാം? V2 മൈനസ് U2. ഓക്കെ, ഇനി ഇതിന്റെ ഫോഴ്സ് ഈ ഒരു ബോഡി, ഞാൻ പറഞ്ഞ ആക്ഷൻ നടക്കുന്ന ഏത് ബോഡിയിലാണ്? M2ലാണ് ആക്ഷൻ നടക്കുന്നത് അല്ലെ? രണ്ടും മൂവ് ചെയ്ത് പോവുമായിരുന്നു. ഇത് വന്ന് ഇടിക്കുന്നത് ഈ ഒരു ബോഡിയിലാണ്. അപ്പൊ ഇവിടെയാണ് എന്ത് നടക്കുന്നത്? ആക്ഷൻ നടക്കുന്നത്. അപ്പൊ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ സെക്കൻഡ് ബോഡി. അത് നമുക്ക് എങ്ങനെ എഴുതാം? ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ സെക്കൻഡ് ബോഡി ഞാൻ F2 എന്ന് കൊടുക്കണേ. ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ സെക്കൻഡ് ബോഡി എങ്ങനെ എഴുതാം? ഫോഴ്സിന്റെ ഡെഫിനിഷൻ എന്താ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇവിടെ ആക്ഷൻ നടക്കുന്ന ആർക്കാണ്? M2. അപ്പൊ നമുക്ക് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് F ഈക്വൽ ടു ma. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? M2 ഇൻറ്റു V2 മൈനസ് U2 ബൈ T. ഓക്കെ, മനസ്സിലായ? എങ്ങനെ എഴുതിയെന്ന് മനസ്സിലായ? ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ സെക്കൻഡ് ബോഡി. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് ഓഫ് ദ സെക്കൻഡ് ബോഡി M2 ആൻഡ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താ? നമ്മൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എഴുതി V2 മൈനസ് U2 ബൈ T. അപ്പൊ ആക്സിലറേഷൻ മനസ്സിലായ? ഓക്കെ, ഇത്രയൊന്നും എഴുതിക്ക്. അത് കഴിഞ്ഞിട്ട് അടുത്തത് പറഞ്ഞുതരാം. റിയാക്ഷൻ ഫോഴ്സ് പറഞ്ഞുതരാം. വരച്ചിട്ട് എഴുതട്ടാ. ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി ബിഫോർ കൊളീഷൻ ആഫ്റ്റർ കൊളീഷൻ കൊടുത്തു.
M2 അത് ഞാൻ കാണിച്ചതാണ്, അതിന്റെ വെലോസിറ്റി അല്ലേ ചേഞ്ച് ആയെന്ന് കാണിച്ചതാണ്. ഓക്കെ, വെലോസിറ്റി ചേഞ്ച് ഓഫ് M2 ആണ് ഉദ്ദേശിച്ചത്. ഇതിന്റെ വെലോസിറ്റി ചേഞ്ച് കേട്ടാ. ഓക്കെ, അപ്പൊ എഴുതിയ ഇത്രയും. ഇതേ രീതിയിൽ തന്നെ ഫസ്റ്റ് ബോഡിയിൽ ഉണ്ടായതൊന്ന് എഴുതിക്കേ. മറ്റേതിൽ ആക്ഷൻ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും there is an equal and opposite റിയാക്ഷനും തിരിച്ചുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ റിയാക്ഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ വെലോസിറ്റിയും ചേഞ്ച് ആയി. അപ്പൊ സെയിം തന്നെ M1 ന്റെ എഴുതിക്കേ, വെലോസിറ്റി ചേഞ്ച് ഓഫ് M1 ആൻഡ് ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ M1. V1 മൈനസ് U1 എവിടെയാണ്? ഇത് U1, അത് V1. ഏത് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി അല്ല നമ്മൾ എഴുതുള്ളൂ വെലോസിറ്റി ചേഞ്ച് ചെയ്തുമ്പോ. അപ്പൊ അത് എഴുതിക്കുക. അതുപോലെ തന്നെ എഴുതിക്കുക വെലോസിറ്റി ചേഞ്ച് ഓഫ് M1 എങ്ങനെ എഴുതാം? M1 എങ്ങനെ ചേഞ്ച് ആയി ഉണ്ടായിരിക്കുന്നത്? V1 മൈനസ് U1. ഓക്കെ, അതുപോലെ തന്നെ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ഫസ്റ്റ് ബോഡി F1 എന്ന് എഴുതിക്കേ. ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ഫസ്റ്റ് ബോഡി F1. ഓക്കെ, ഇത്ര എഴുതിയാ? മനസ്സിലാക്കി എഴുതണം കേട്ടോ. ആക്ഷൻ നടക്കുന്നത് സെക്കൻഡ് ബോഡിയിലാണ്. അത് ആക്ഷൻ നടന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു റിയാക്ഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് സെക്കൻഡ് ബോഡിയിലും ഒരു ഫോഴ്സ്, ഫസ്റ്റ് ബോഡിയിലും ഒരു ഫോഴ്സ് കിട്ടുന്നത്. ഓക്കെ, ഇത്ര എഴുതിയാ? അമ്മ എഴുതിയാ? എഴുതിയാ? നിങ്ങൾ എഴുതിയാ? അർജുൻ എഴുതിയാ? അമൽ എഴുതിയാ? ഓക്കെ, അപ്പൊ നമുക്ക് F2 കിട്ടിയിട്ടുണ്ട്, F1 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ന്യൂട്ടൺസ് തേർഡ് ലോ എന്താ പറയുന്നത്? തേർഡ് ലോ അനുസരിച്ച് നമുക്ക് പ്രൂവ് ചെയ്യാം. To every action there is an equal and opposite reaction. ആക്ഷൻ നടക്കുന്ന ഏത് ബോഡിയിലാണ് ഇവിടെ? സെക്കൻഡ് ബോഡി F2 equal to every action there is an equal and opposite reaction. Equal and opposite reaction. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കാം. ഓപ്പോസിറ്റ് ആണെന്ന് പറയുന്നത്. ഈക്വൽ ആണ് പക്ഷെ ഓപ്പോസിറ്റ്. To every action there is an equal and opposite reaction. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. F1 റിയാക്ഷൻ അല്ലേ? റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് കൊടുത്തത്. ഇവിടെ നിന്ന് തന്നെ നെഗറ്റീവ് ഇട്ട് വരായിരുന്നു. അത് ഞാനിപ്പോ ഫസ്റ്റ് ക്ലിയർ ആവാൻ വിടാ. എങ്ങനെയാണ്? ഇവിടെ V2 മൈനസ് U2 അല്ലേ എടുത്തേക്കണം. ഓക്കെ, എന്താ പറഞ്ഞു വന്നത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. Equal to negative of M1. നെഗറ്റീവ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അല്ലേ? അവിടെ വെച്ച് തന്നെ ഇടാൻ കേട്ടോ. ഇവിടെ എത്തിക്കഴിയുമ്പോ ഇടാന്ന് വിചാരിച്ചു. ഓക്കെ, ഇനി T എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. M2 V2 മൈനസ് M2 U2 ഈക്വൽ ടു പറഞ്ഞേ minus M1 V1 plus M1 U1. M2 V2 ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. പ്ലസ് M1 V1 M2 V2
m1u1 പ്ലസ് m2u2 ഒന്ന് തിരിച്ചെഴുതണേ. m1 ഓക്കെ. ഇത് ഫൈനൽ റിസൾട്ട് എന്താ പറയുന്നത്? ഇതെന്താ? മൊമെന്റം ബിഫോർ കൊളീഷൻ ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. അത്രേ പ്രൂവ് ചെയ്യാനുള്ളൂ. ഓക്കെ. ഒരു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സാമ്പിൾ കാണിക്കുക. ഓക്കെ. മൊമെന്റം ബിഫോർ കൊളീഷൻ ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലുണ്ടാവണം കേട്ടോ. തേർഡ് ലോ പഠിക്കുമ്പോൾ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ ഈക്വൽ ടു മൊമെന്റം ബിഫോർ കൊളീഷൻ. ഇപ്പൊ എന്താ പറയാ, മൊമെന്റം ഇവിടെ എന്തായി? കൺസേർവ്ഡ് ആയി. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ആഫ്റ്റർ കൊളീഷനും ബിഫോർ കൊളീഷനും സെയിം ആയി. വീഡിയോ ഒന്ന് പോസ് ചെയ്ത്